ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ മഹത്വം പറയുമ്പോ, പിതാക്കന്മാര് സ്വാലിഹീങ്ങൾ എന്ന് പറയുമ്പോ താജുൽ ഉലമനെ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, അവിടുത്തെ ഉമ്മാനെ കുറിച്ചും പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ വലിയ അഗ്രഗണ്യരായ ഉലമാഇന്റെ കിരീടമായ താജുൽ ഉലമ, ആ താജുൽ ഉലമയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്. പിന്നെ വേറൊരു മഹത്വം പറയേണ്ടതില്ല, ഒരു മഹത്വം ഇനി പറയേണ്ടതില്ല. താജുൽ ഉലമയുടെ മകനാണ്. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. പിന്നെയോ സയ്യിദിന്റെ മഹത്വം പറയേണ്ടതില്ല. കഴിഞ്ഞവിടെ ഏതിന്റെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞതാണ്, ഇപ്പോൾ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്ക്, സയ്യിദാണ്, അതിന് പുറമെ ആലിമാണ്. ആരുടെ ശിഷ്യനാ? ബാപ്പന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്. 1960 ജനിച്ച് 88 ബഹുമാനപ്പെട്ട ഖുറത്തു തങ്ങള് ഉള്ളാളത്ത് വെച്ച് മദനി പാസ്സാകുന്നു. മദനിയായ തങ്ങളാ താജുൽ ഉലമയെ സനദ് വാങ്ങിയ മകനാണ്. ഉപ്പയാണ്, ഗുരുവര്യരാണ്, ശൈഖാണ്, എല്ലാം താജുൽ ഉലമയാണ്. ആ താജുൽ ഉലമയുടെ ശിക്ഷണത്തിൽ വളർന്ന ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് മുദരിസാണെന്നാണോ? 3 വർഷക്കാലം താജുൽ ഉലമന്റെ കൂടെ ഉള്ളാളത്ത് വെച്ച് ദർസ് നടത്തുകയാണ്. 1991 ചില രോഗത്തിന്റെ കാരണം, അവിടുത്തെ കയ്യിലേക്ക് പിടിപ്പെട്ട ചില രോഗത്തിന്റെ കാരണം 91 മഹാനായ താജുൽ ഉലമ ബഹുമാനപ്പെട്ട ഖുറത്തങ്ങളെ ബഗ്ദാദിലേക്ക് കൊണ്ടുപോകുകയാണ്. ബഗ്ദാദിൽ കൊണ്ടുപോയി ഗൗസുൽ ആദമിന്റെ ഹദറത്തിൽ തന്റെ മകനെ ശൈഖായ ബാപ്പയായ എല്ലാമായ താജുൽ ഉലമ ഗൗസുൽ ആദമിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടെ വെച്ച് ഗൗസുൽ ആദമിനെ തവസ്സുലാക്കി ദുആ ചെയ്ത് പിരിയുമ്പോ അവിടുത്തെ കയ്യിൽ പിടിപ്പെട്ട രോഗം ബഗ്ദാദിന്റെ ഹദറത്തിൽ വെച്ച് അത് മാറിപ്പോയി. നിങ്ങൾ നോക്ക്, ആ ചെറുപ്പത്തിലുണ്ടായ രോഗം മാറിപ്പോയി. ഗൗസുൽ ആദമും ബഹുമാനപ്പെട്ട ഖുറത്തങ്ങളും ആ നിലക്കുള്ള ഒരു ബന്ധം, ആ ബന്ധമല്ലേ മരിക്കുന്ന സമയത്ത് മൂത്തമകൻ തങ്ങൾ പറഞ്ഞില്ലേ, ബാപ്പ മരിക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ ഗൗസുൽ ആദമിന്റെ ഹദറത്തിലേക്ക് പോകുകയാണ് എന്ന്. ഏതാ ബന്ധം? ബാപ്പ 91 കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ 31ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി ഗൗസുൽ ആദമിനെ പരിചയപ്പെടുത്തി കൊടുത്ത ആ മകനും ഗൗസുൽ ആദം തമ്മിലുള്ള ബന്ധം, ആ ഒരു സ്നേഹത്തിന്റെ കാരണം കൊണ്ട് തന്നെ വഫാത്തിന്റെ സമയത്ത് പറയുന്നു ഞാൻ ഗൗസുൽ ആദമിന്റെ ഹദറത്തിലേക്ക് പോകുകയാണ്. അതിനെ പലവരും യൂട്യൂബിൽ ഇങ്ങനെ ട്രോളുന്നത് കണ്ടു, പലർക്കും മറുപടി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആകയാൽ അങ്ങനെ വലിയ പദവിയിലെത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇനി അവിടുത്തെ ഇബാദത്തോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഒരാളുടെ അനുസ്മരണം നടത്തുന്നത് എന്തിനാ? ലിൽ ഹഫ്സി അല തആ. അവിടെ കൂടിയ ജനങ്ങൾക്ക് അവിടെ അനുസ്മരണം നടത്തുമ്പോ അവിടെ കൂടിയ ജനങ്ങൾക്ക് അത് ത്വാഅത്തിന് പ്രചോദനമാകണം, ഇബാദത്തിന് പ്രചോദനമാകണം. അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ കൂടിയ ജനതക്ക് അങ്ങയെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾക്ക് അത് ഇബാദത്തിന് പ്രേരണയാകണം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ബഹുമാനപ്പെട്ട ഖുറത്തങ്ങളുടെ ജീവിതം നിങ്ങൾ ഒപ്പിയെടുക്കണം. എനിക്ക് ധൈര്യത്തോടെ പറയാം, ഇവിടെ ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ ചെയ്യുന്നുണ്ട്, ഇവിടെ കൂടെ ഉണ്ടായ ലത്തീഫ് ഉസ്താദും ഇലിയാസ് ഉസ്താദും ഒക്കെ കൂടെ നടന്നവരാ. അവരൊക്കെ ഇവിടെ സദസ്സിലും വേദിയിലുമായിട്ടുണ്ട്. പറയുന്നതിന് പേടിക്കേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട ഖുറത്തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒപ്പിയെടുക്കണം. ആരായിരുന്നു ഖുറത്തങ്ങള്? താജുൽ ഉലമയുടെ മകനാണ്. ഇനിയോ മദനി പാസായ പണ്ഡിതനാണ്. അതിന് പുറമെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാണ്. അതിന് പുറമെ ജാമിയ സഅദിയുടെ സെക്രട്ടറിയാണ്. അതിന് പുറമെ 200ഓളം വരുന്ന മഹല്ലിന്റെ ഖാദിയാണ്. ഇതെല്ലാം ഉണ്ടായിരിക്കെ നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾ ശബ്ദം അങ്ങോട്ട് മാറി. ഒന്നുകൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ ആരാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാണ്. താജുൽ ഉലമയുടെ മകനാണ്. ജാമിയ സഅദിന്റെ സെക്രട്ടറിയാണ്. നിരവധി മഹല്ലിന്റെ പ്രസിഡന്റ്, 200ലധികം വരുന്ന മഹല്ലിന്റെ ഖാദിയ, ഖുറത്തെ ചെറിയ പള്ളിന്റെ ഖത്തീബാണ്. അത് പറയാൻ മടിക്കരുത്. ചെറിയ പള്ളിന്റെ ഖതീബ ഇത്രയെല്ലാം മഹല്ലിലെ ഖാദിയും സമസ്ത കേന്ദ്ര മുശാവറ അംഗവുമായിട്ട് പോലും തിങ്കളാഴ്ച വഫാത്താകുമ്പോൾ ഞായറാഴ്ച ദുഹറിന് ഈ കൂറത്ത പള്ളിയിൽ ഖതീബ ഇമാമത്ത് നിന്നത് തങ്ങളാണ്. അവിടെ മുദരിസമാരില്ലേ, ഫാദിലി ഉസ്താദില്ലേ, ലത്തീഫ് ഉസ്താദില്ലേ, ഇലിയാസ് ഉസ്താദില്ലേ, മറ്റു ഹിമമി ഉസ്താദില്ലേ, ഒന്നിങ്ങനെ കാണിച്ച പോലെ അവര് നിൽക്കൂലേ? തങ്ങൾ അതാ ഡ്യൂട്ടി നിർവഹിക്കുന്നു.
എന്നാലോ ഈ ചെറിയ 50-ന്റെയും 60-ന്റെയും ഇടയിൽ വീടുള്ള ഈ ചെറിയ മഹല്ലില് ഇത്രയും വലിയ സ്ഥാനത്തുള്ള ഞാനിങ്ങനെ ഇമാമായി നിൽക്കാം, അത് കൽബിനില്ല, അങ്ങനെ ഒരു കിബറില്ല, അങ്ങനെ ഒരു അഹങ്കാരമില്ല, ഓ ഞാൻ വലിയവനാണെന്നൊരു തോന്നലില്ല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട തങ്ങള് ഇത്ര വലിയ നേതൃത്വമായിട്ട് ഒരു ജാടയില്ല. ചിലപ്പോൾ ഇസ്തിരി ഇട്ടാലിട്ടു ഇല്ലെങ്കിൽ ഇല്ല, ചിലപ്പോ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോ കന്തൂറ ധരിച്ചാതിരിക്കും ചിലപ്പോ ഇല്ല, എന്നാൽ തന്നെ ഇസ്തിരി ഇട്ടിട്ടുണ്ടാവൂല, ഒരു മുറുക്കി കെട്ടിയൊരു തലയെ കെട്ടി. ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട ഉറത്തങ്ങളും ഞാനും നമ്മളെ ഷാക്കിറാജിയൊക്കെ ഞങ്ങൾ ബഹ്റൈനിൽ പോയിട്ടുണ്ട്. അന്ന് ബഹ്റൈനിൽ ഒരു പരിപാടിക്ക് തങ്ങളെ സ്റ്റേജിൽ കൊണ്ടുപോകുമ്പോ ഒരു കറുത്ത കോട്ട് KCF-ന്റെ പ്രവർത്തകർ കൊണ്ടുവന്ന് തങ്ങളെ ഈ കോട്ട് ധരിക്കണം എന്ന് പറയുമ്പോ ഊറത്തങ്ങൾക്ക് ഇത്ര മതി, ഈ നാട്ടിൽ ജാടൊന്നും തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തങ്ങൾക്ക് വേണ്ടി തുന്നിച്ച കോട്ട് പോലും ധരിച്ചാൽ ഞങ്ങൾ കണ്ടതാ. സുഹൃത്തുക്കളെ, ഒരു ജാടയില്ല, വലിയൊരു ഷാലില്ല. നമുക്കൊക്കെ സുബ്ഹാനല്ലാഹ് ദർസിൽ പഠിക്കുമ്പോ കഴുത്തിൽ ഷാലിന്റെ നീളം 10 മീറ്ററാണ്. എന്നാലോ തങ്ങൾക്കൊരു ഷാലില്ല, ഒരു കറുത്ത കോട്ടില്ല, ജാടയില്ല, ഒരു ബാലി മുണ്ടാസില്ല, ഒരു വക്കാറില്ല, ഒന്നുമില്ലാത്ത വിവന്യരായ സയ്യിദ് അവർകൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സ് ശുദ്ധമാണ്, മനസ്സിൽ അഹങ്കാരമില്ല. ഇനിയോ ഒരു തങ്ങൾ വലുതായി പോയാലോ തങ്ങൾക്കതിൽ അസൂയുണ്ടോ? ഇല്ല. അപ്പുറത്തെ വന്നൊരു തങ്ങൾ വലിയൊരു സലാത്ത് തുടങ്ങി, എന്നാൽ ഇപ്പുറത്തെ വലുതാക്കണമെന്ന് ചിന്തയുണ്ടോ? നിങ്ങൾ നോക്ക്, എവിടെങ്കിലും ഒരു സയ്യിദിന്റെ ഹദറത്തിൽ പോയാൽ ആരെയും കുറ്റപ്പെടുത്തുക, അങ്ങനെ ആരും വിചാരിക്കണ്ട. ചിലപ്പോഴൊക്കെ രോഗം പറഞ്ഞൊരു സയ്യിദിന്റെ ഹദറത്തിൽ പോയാൽ ചിലപ്പോഴൊക്കെ സയ്യിദ് പറഞ്ഞേക്കാം, നിങ്ങളെ രോഗം മാറണമെങ്കിൽ നിങ്ങളൊരു 3 സ്വലാത്തിന് വരണം, ഒരു 5 സ്വലാത്തിന് വരണം, ഒരു 7 സ്വലാത്തിന് വരണം പറഞ്ഞേക്കാം. അവരെ രോഗം കണ്ടിട്ട് സയ്യിദ്മാര് പറയുന്നുണ്ടാകും. എന്നാ കൂറത്തേക്ക് വന്നാലോ മഗ്രിബ് കഴിഞ്ഞ് സലാത്താൻ, മഗ്രിബിന് തൊട്ട് മുമ്പ് എവിടെന്നെങ്കിലും തങ്ങളെ കാണാമെന്നാ പറയും, പെട്ടെന്ന് പോയിക്കോ നാട്ടിലേക്ക് എത്തല്ലേ, സലാത്തിന് കൂടിയാ ബസ് കിട്ടൂല എന്ന് പറയും. എന്നിട്ടോ ഇത്ര സലാത്തിന് വരണം പറയില്ല, ഇവിടെ ഇരിക്കണം പറയില്ല, ഈ വെള്ളം കുടിച്ചോ യാസീൻ ഓതിക്കോ, ഇത്രയേ തങ്ങൾക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, കുറെ ആൾക്കാർ വേണമെന്ന് തങ്ങൾക്കില്ല. എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിച്ച് എത്തിയ സ്റ്റേജിൽ കയറും. ആരെങ്കിലും സദസ്സിലുണ്ടോ? ആളെത്തിയില്ലേ? തങ്ങൾക്കതൊന്നും വിഷയമല്ല. ആളെത്തിയോ ഇല്ലേ, തങ്ങൾ പരിപാടി തുടങ്ങും. കാരണം തങ്ങൾക്ക് ഇനിയും വേറെ പരിപാടിക്ക് പോകാനുണ്ട്. ഇങ്ങനെ ജാടയില്ലാതെ, വലിയവാണെന്ന ചിന്തയില്ലാതെ, മനസ്സിൽ അസൂയയില്ലാതെ, നല്ല കറകളഞ്ഞ ശുദ്ധമായൊരു മനസ്സ്, ആ മനസ്സ് ഞങ്ങൾക്കും നീ തരണം റഹ്മാനേ. വന്യരായ കൂറത്തങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്കും ആ ഒരു ജീവിതം നീ നൽകണേ റഹ്മാനേ. യാതൊരു ചാടയും സ്ഥാനമോഹങ്ങളോ ഒന്നുമില്ലാത്ത തങ്ങൾ ഇനി ഇബാദത്തിന്റെ വിഷയത്തിലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയൊന്നറിയില്ല. ഞാൻ ഓർത്തു പോകുകയാണ്, ഈ കൂറത്തെ ചെറിയ പള്ളി 30 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പാപ്പ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ആ പള്ളിയുടെ കോലായിലിരുന്നിട്ട് ഒരു കള്ളി മുണ്ടുകൊടുത്തിട്ട് ഒരു ബനിയാനിട്ടിട്ട് ഒരു ചെറിയ തൊപ്പും വെച്ചിട്ട് ഒരു 10-10:30 മണി സമയത്ത് തങ്ങൾ പഴയ പള്ളിന്റെ കോലായിൽ ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓതാൻ തുടങ്ങിയ ഖുർആൻ എത്രയാ ഓതിയത്, സുബ്ഹാനല്ലാഹ്. ഈ കഴിഞ്ഞ റമദാനിന്റെ തൊട്ട് മുമ്പ് അബൂദാബിയിൽ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ കൂടെ ഞങ്ങളുണ്ട്, തങ്ങളുടെ മകനുണ്ട്, നേരത്തെ പല എഞ്ചിനീയർ നമ്മളെ കൂടെ ഉണ്ട്, ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് അബുദാബിയിൽ ഉണ്ടാകുമ്പോ അന്ന് റമദാനിന്റെ മുന്നൊരുക്കം എന്ന വിഷയത്തിൽ ഈ കഴിഞ്ഞ റമദാനിന്റെ ഒരു ദിവസം മുമ്പ് അബുദാബിയിലെ പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞു, മക്കളെ ഖുർആൻ ഓതണം, ഖുർആൻ ഓത്ത് അധികരിപ്പിക്കണം, നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓതണം എന്ന് പറഞ്ഞിട്ട് അത് ശ്രമിച്ചാൽ കഴിയും. ഞാൻ എന്റെ ഫഖ്ർ പറയല്ല, ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ 28 ഖത്തം തീർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പോലെ എനിക്ക് സംസാരിക്കാൻ അതവും ഗുരുത്വം ഇല്ലല്ലോ. പിന്നെ ഒന്നിച്ച് പോകുന്ന സമയത്ത് ഞാനൊരു ദിവസം അന്ന് തന്നെ അതിന്റെ പിറ്റേ ദിവസം ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, 28 തങ്ങളെ ഇപ്രാവശ്യം നോമ്പ് 29 ആയിരുന്നില്ലേ, പിന്നെന്തോ ഒന്ന് കുറഞ്ഞോയതെന്ന് വെച്ച്. അപ്പൊ തങ്ങൾ പറഞ്ഞ മറുപടിയൊക്കെ നിങ്ങള് റമദാൻ 17-ന് കൂറത്ത് ബദരീങ്ങളെ ആണ്ടാൻ, ആ ബദരീങ്ങളെ ആണ്ടിന്റെ ദിവസം കുറെ ആൾക്കാർ വരും, മന്ത്രിക്കാനൊക്കെ വരും, നേർച്ചയായിട്ട് വരും. അന്ന് എനിക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു ഖത്തം കുറഞ്ഞു പോയതാണ്. സുഹൃത്തുക്കളെ, 29 ഖത്തം തീർക്കേണ്ട 29 നോമ്പില് റമദാൻ 17-ന്റെ ഒരു ദിവസം ഖത്തം കുറഞ്ഞുപോയി. എന്തുകൊണ്ടാണ് എനിക്ക് ഓതാൻ കഴിഞ്ഞില്ല? അത് നമ്മളെ ശല്യം കൊണ്ടാ ഓതാൻ കഴിയാത്തത്. ഇങ്ങനെ ഈ അടുത്ത കാലത്ത് 29 ഖത്തം ഓതിയ ഒരു തങ്ങള്, ഇത് നോക്കൂ നിങ്ങള്, പലപ്പോഴും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഊറത്തെ ചെറിയ പള്ളിയിൽ വെച്ചിട്ട് ഞാൻ അസ്മാഉൽ ബദർ ബദരിയത്തിന്റെ
റിയാദ വിട്ടിട്ടുണ്ട്. ഒന്നല്ല 70-ലധികം റിയാദ കൂറത്തെ പള്ളി ഞാൻ എന്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ വീട്ടിട്ടുണ്ട്. റിയാദ വിട്ടാന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാദ വിട്ടാന്ന് പറഞ്ഞാൽ അസ്മാഉൽ ബദറിനെ അവിടുത്തെ ഷെയ്ഖ് ആരാണോ റിയാദ വിട്ടാൻ വേണ്ടി കൊടുത്തത് ആ ഷെയ്ഖിന്റെ നിർദ്ദേശം അനുസരിച്ച് ആ ബദരിയത്ത് ചൊല്ലി തീർക്കലാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു പേര് 313 പ്രാവശ്യം. അങ്ങനെ 313 പേര് ഓരോന്നും 313 പ്രാവശ്യം. ഷെയ്ഖിന്റെ നിർദ്ദേശം എങ്ങനെയെന്ന് അറിയില്ല. ചിലപ്പോൾ ഷെയ്ഖ് നിർദ്ദേശിക്കും ഇത് ചൊല്ലി തീർക്കുമ്പോൾ മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതൊക്കെ റിയാദ വിട്ടാൻ വേണ്ടി കൊടുക്കുന്ന നിർദ്ദേശങ്ങളാ. അതൊക്കെ ഇമാമികൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഇരിക്കട്ടെ, എങ്ങനെ ഏത് നിർദ്ദേശം എന്ന് എനിക്കറിയില്ല. 70-ലധികം പ്രാവശ്യം ബദരിയത്തിന്റെ റിയാദ വിട്ടിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്നാന്റെ റിയാദ വിട്ടിട്ടുണ്ട്. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങളും ബദർ മൗലൂദും ബദരിയത്തും അസ്മാഉൽ ഹുസ്നയും ഹദ്ദാദും ദലായിലുൽ ഖൈറാത്തും ഇങ്ങനെ ചൊല്ലേണ്ടത് മുഴുവനും ചൊല്ലി അവിടുത്തെ ബാപ്പ കാണിച്ച അവടി മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പഠിച്ച ഹക്ക് ആരുടെ മുമ്പിലും തുറന്നു പറഞ്ഞ് അതൊരു മുതലാളിയെന്നോ അതൊരു തൊഴിലാളിയെന്നോ അതൊരു സ്ഥാനമുള്ള ആളാണെന്നോ ഒരാളെയും മുഖം നോക്കാതെ പറയേണ്ടതുപോലെ ഹക്ക് തുറന്നു പറഞ്ഞ് ഒരാളെയും പേടിക്കാതെ വളരെ ധൈര്യത്തോടെ ജീവിച്ച സയ്യിദ് അവറുകൾ. ഇനി നിങ്ങൾ നോക്കൂ, രോഗം എത്ര വലുതായാലും ഡോക്ടർമാർ ഇപ്പോൾ അതാ ഓക്സിജൻ വെച്ചിട്ടാണ് കൂറത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്സിജൻ ഊരിയാൽ മയ്യത്താണെന്ന് പറഞ്ഞ മയ്യത്ത് പോലെ ആംബുലൻസിൽ കൊണ്ടുവന്ന രോഗികളെ തങ്ങൾക്ക് എന്തൊരു ധൈര്യം, എന്തൊരു തവക്കുല്, എന്തൊരു ധൈര്യമാ. തങ്ങൾ അതാ ആംബുലൻസിനകത്തേക്ക് നോക്കിയിട്ട് 3 ഊത്തൂതിയിട്ട് ഈ ഓക്സിജൻ വെച്ച വയറ് വലിച്ചെറിഞ്ഞിട്ട് 41 യാസീനോദിക്കുമെന്ന് പറഞ്ഞ് മയ്യത്തിനെ പോലെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന ഒരാളെ ഇന്ന് കല്യാണം കഴിച്ച് 3 മക്കളുണ്ട്. ചെറുപ്പക്കാരൻ ഗൾഫിലാണ്. ഞാൻ കറാമത്ത് പറയൂല, കാരണം തങ്ങളോട് കറാമത്ത് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പറയില്ല. ഇപ്രാവശ്യം അബുദാബിയിൽ ഉണ്ടാകുമ്പോ ദുബായിലെ പരിപാടിയിലൊക്കെ എന്നോട് പറഞ്ഞു മസാദി എന്റെ കറാമത്ത് പറയാൻ പാടില്ല. ഞാൻ ഇതുവരെ അനുസ്മരണ കറാമത്ത് പറഞ്ഞിട്ടുമില്ല, ഇനി പറയുന്നുമില്ല. അവ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഇങ്ങനെ വല്ലാത്തൊരു ധൈര്യവും വല്ലാത്തൊരു തവക്കുലുമാക്കി ജീവിച്ചപ്പോൾ നിങ്ങൾ നോക്ക്, ആ മരണത്തിന്റെ സമയം ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞതാ. തങ്ങളെ മുമ്പിൽ ഡോക്ടർമാരെ റിപ്പോർട്ടുമായി രോഗി വന്നിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ തങ്ങൾ പറയും, ഡോക്ടർമാർ അങ്ങനെ പലതും പറയും, നിങ്ങൾ വെള്ളം കുടിച്ചോ, യാസീൻ ഓതിക്കോ, ബദരികളെ കുറിച്ച് ദ്വാരുന്നോ എന്നൊക്കെ പറയും. അങ്ങനെ ഡോക്ടർമാരെ സമീപനം തീരെ ഇഷ്ടപ്പെടാതെ ഡോക്ടർമാർ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോ, പ്രസവത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുമ്പോ, പ്രസവം അല്ലാഹുവിന്റെ ഖദാഅ, ആ ഗർഭാശയത്തിൽ കുഞ്ഞിനെ നിക്ഷേപിച്ചവൻ അല്ലാഹയാണ്, അതിനെ പ്രസവിപ്പിക്കുന്നവൻ അല്ലാഹയാണെന്ന് ഉറച്ച വിശ്വാസം നൽകി ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ വാക്ക് നൽകിയ, സ്വാന്തനത്തിന്റെ വാക്ക് നൽകിയ അഭിമന്യരായ സയ്യിദ് കൂറത്ത് തങ്ങൾ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ വന്യരായ തങ്ങളവറുകള് അങ്ങനെ പലവർക്കും ധൈര്യം പകർന്നിട്ട് ഡോക്ടർമാരുടെ സമീപനം തീരെ ഇഷ്ടപ്പെടാതെ അഭിമന്യരായ സയ്യിദ് അവറുകൾ നിങ്ങൾ നോക്ക്, അവസാനം രോഗത്തിനായി 1 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റൽ കടന്നിരുന്നുവെങ്കിൽ ഇന്ന് യൂട്യൂബിന്റെ കാലമാണ്, പറയാൻ സുബ്ഹാനല്ലാഹ് പലതും ഉണ്ടാകുമായിരുന്നു. തങ്ങൾക്ക് അല്ലാഹുവിന്റെ തീരുമാനം 1 സെക്കൻഡ് പോലും ഹോസ്പിറ്റലിൽ പോകാതെ സമയമെത്തുമ്പോ സന്തോഷത്തോടെ വളരെ റാഹത്തോടെ വീട്ടിൽ തന്നെ കടന്ന് മക്കളെ വിളിച്ച് കുടുംബത്തിനെ വിളിച്ച് ഞാൻ പോകുന്നു, എന്നെ കൂട്ടാൻ ആള് വരുന്നു, ഗൗസുൽ ആലമിന്റെ ഹദറത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ കടന്ന് അഭിമന്യരായ സയ്യിദ് അവറുകൾ വഫാത്താകുകയാണ്. ചുരുക്കുന്നു സുഹൃത്തുക്കളെ, എന്നെ കാണാൻ സന്ദർശിക്കാൻ ആള് വരുന്നുണ്ടെന്ന് പറയുമ്പോ ആരും അത് യൂട്യൂബിൽ ട്രോളേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ച മുഅ്മിനീങ്ങൾ അവർ നേരായ റൂട്ടിലങ്ങ് ജീവിക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. അല്ലാമ ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞു, അല്ലാമ ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, ഇമാം സുയൂത്തി ദുർറുൽ മൻസൂരിൽ പറഞ്ഞു, ആ മരണമാ
മരണാസന്നമായ സ്വാലിഹീങ്ങളുടെ ഹളറത്തിലേക്ക് 3 സമയത്ത് മലക്കുകൾ വരുന്നു. ഒന്ന് ഇൻദൽ മൗത്ത്, മരണസമയത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി വരികയാൽ. വഇൻദൽ ഖബരി, ഖബറിൽ കൊണ്ടുവച്ച നേരത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി വരികയാൽ. വഇൻദൽ ഹിസാബി, വിചാരണ സമയത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി വരികയാൽ. അവ സ്വാലിഹീങ്ങൾ മരിക്കുമ്പോൾ മലക്കുകൾ വരും. അത് കാണാനുള്ള പവർ മരണം ആസന്നമാകലോടുകൂടെ മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുകയാൽ. സൽമാനുൽ ഫാരിസി തങ്ങൾ വഫാത്താകുമ്പോൾ മക്കളെ വിളിച്ചുകൊണ്ട്, മക്കളെ എന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട്, എന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട്, ആ ഡോറ് തുറക്കൂ എന്ന് പറഞ്ഞത് ഇബ്നു ജൗസി തന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരുടെ ഒട്ടനവധി സംഭവം, മരിക്കുന്ന സമയത്ത് ഡോറങ്ങ് തുറന്നു വെക്കൂ, എന്നെ കൂട്ടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇബ്നു ജൗസി തങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ഗൗസുൽ ആലമിന്റെ ഹദ്റത്തിൽ പോകുന്നല്ല പറഞ്ഞത്. അമ്മാർ ഇബ്നു യാസിർ എന്ന് പറയുന്ന സഹാബി വഫാത്തിന് വേണ്ടി കിടക്കുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ ഹദ്റത്തിലുള്ളവർ പാലങ്ങോട്ട് കൊണ്ടുകൊടുത്തു. ആ പാലങ്ങോട്ട് കുടിക്കുകയാണ് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ. എന്നിട്ട് പറയാണ് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറയുന്നത്, ഞാനിപ്പോൾ മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി പോകുകയാൽ, അവിടുത്തെ അനുയായികളെ കാണാൻ വേണ്ടി പോകുകയാൽ. കണ്ടില്ലേ നിങ്ങൾ, വഫാത്തിന്റെ സമയത്ത് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ പറയുന്നത്, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ പോകുകയാൽ. ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകുകയാൽ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വഫാത്താകുമ്പോൾ തലേന്ന് വന്ന് റസൂലുള്ളാഹി പറയാറ്, ഇസ്ബിർ അലൽ ബലാ, ഉസ്മാൻ തങ്ങളെ ക്ഷമിച്ചോ, പേടിക്കണ്ട, നാളെ നമുക്ക് ഒന്നിച്ച് സ്വർഗ്ഗത്തിൽ നോമ്പ് തുറക്കാം. പിറ്റേ ദിവസം അതാ ഉസ്മാൻ തങ്ങൾ വഫാത്താകുന്നു. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയ എത്ര മഹാന്മാരുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഖുറത്തു സദാത്ത് തങ്ങൾ മഹാനാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടുത്തെ മരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തങ്ങളെ ജീവിതകാലത്ത് സ്നേഹിച്ചതുപോലെ വഫാത്തിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് അവിടുത്തെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാകും. ഹദ്റത്തിൽ വന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തിലുള്ള ബന്ധം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമർ റഹീമായ റബ്ബ് ഈ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ. നിരവധി സാദാത്യങ്ങൾ പേര് പറഞ്ഞാൽ നീണ്ടുപോകും. നിരവധി സാദാത്യങ്ങൾ, അവർക്കെല്ലാം നീ റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ റബ്ബേ. ഈ 40 ദിവസക്കാലം ഇവിടെ ഖത്തം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാദാത്തുകളുടെ നേതൃത്വം ഓതിയ പരിസരത്തുള്ള ദർസിലെ മുതഅല്ലിമീങ്ങൾ അതിന്